എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷബ്ന. ഞാൻ ഷക്കീല ഷെരീഫ്. സൂറത്തുൻ നഹ്ലിലെ 88 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഓതാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അത് ഖുർആനിലെ 277-ാമത്തെ പേജാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തിട്ടുള്ളവർ അവർക്ക് ശിക്ഷയ്ക്കുമിടെ നാം ശിക്ഷയെ വർദ്ധിപ്പിക്കുന്നതാണ്, അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിമിത്തം. وَيَوْمَ نَبْعَثُ فِي كُلِّ أُمَّةٍ شَهِيدًا عَلَيْهِمْ مِنْ أَنْفُسِهِمْ وَجِئْنَا بِكَ شَهِيدًا عَلَى هؤلاء ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين. എല്ലാ സമുദായത്തിലും അവരിൽ നിന്ന് തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായി കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, മാർഗദർശനവും കാരുണ്യവും മുസ്ലിമുകൾക്ക് സന്തോഷ വാർത്തയുമായി കൊണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. നിങ്ങൾ കരാർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വക കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനായി അഥവാ സാക്ഷിയായി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون. പിരിമുറുക്കി ഉറപ്പുണ്ടായ ശേഷം തൻ്റെ നൂൽ പിരിവുടഞ്ഞ തുണ്ടങ്ങളായി ഉടച്ചു കളയുന്ന ഒരുവളെ പോലെ നിങ്ങൾ ആയിത്തീരുകയും ചെയ്തത്. നിങ്ങളുടെ കരാറുകളെ
കരാറുകളിലെ സത്യങ്ങളെ നിങ്ങൾക്കിടയിൽ കടന്നുകൂടുന്ന ഒരു ചതിമാർഗമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെക്കാൾ വളർന്ന് പെരുപ്പമുള്ളതായിരിക്കുന്നതിനാൽ അത് മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നുവോ അത് ഖിയാമത്ത് നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യുന്നതാണ്. ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء ولتسألن عما كنتم تعملون. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒരു സമുദായമാക്കുമായിരുന്നു. എങ്കിലും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.